എത്തിയാ സർക്കിട്ടൊക്കെ കഴിഞ്ഞ്? വാഴക്കാലയിൽ ഇനി ഇവള് കാണാത്ത സ്ഥലം കാണൂ. അടുത്ത തവണ പോകുമ്പോ നിങ്ങളെ കൊണ്ടുവന്നു കേട്ടോ. നമ്മളൊക്കെ കൊറേ പോയത് തന്നെടേ. ശിവ ഇത് നോക്കടാ, കൊറേ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിട്ട് ശരിയാണ്. ശരിയാവുന്നില്ലേ? സെക്കൻഡ് റോയിലെ പ്രശ്നം അല്ലേ? നിനക്ക് കിട്ടിയോ? എന്ത് പണിയാ അമ്മായി ചെയ്തേ? എന്ത് പണി? ഞാൻ കൈ എടുത്ത് അങ്ങോട്ട് വെക്കുന്നതിന് മുമ്പേ എടുത്തങ്ങ് തിന്ന്. എന്റെ പൊന്നു പാറു, ഞാൻ കണ്ടില്ല. കണ്ടില്ലെന്നല്ല, അമ്മായി കണ്ട്. ഞാൻ എടുക്കുന്നത് കണ്ടോണ്ട അമ്മായി എടുത്ത് തിന്നേ. സത്യമായിട്ട് ഞാൻ കണ്ടില്ല പാറു. കണ്ടിന് തരൂലായിരുന്നാ? അമ്മായിക്ക് കൊതിയാ. കൊതി ഉള്ളോണ്ടാ എനിക്ക് തരാതെ തിന്നേ. പാറു ആ വർത്താനം വേണ്ട കേട്ടാ. പാറു മനഃപൂർവ്വം തന്നെ. അമ്മായി കുടുക്കത്തെ കൊതിയാണ്. അല്ലെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞിന് തരാണ്ട് കഴിക്കാണോ ചെയ്യാ? ശിവ പറയട്ടെ, ഞാൻ നേരത്തെ ഞാൻ എടുക്കാൻ പോയപ്പോ തന്റെ കൈയുടെ അടി എടുക്കരുതെന്ന്. എപ്പോ? നിനക്ക് തന്നിട്ടല്ലേ കഴിച്ചത് ഞാൻ? ചുമ്മാ. എന്റെ പൊന്നു പാറു, ഞാൻ കണ്ടില്ല. ഞാൻ ഫ്ലോയിൽ അങ്ങ് കഴിച്ചു പോയതാണ്. കണ്ട് അമ്മായി മനഃപൂർവ്വം തിന്ന എനിക്ക് തരാതെ. എന്റെ പാറു, ഇന്നലെ ഇതിന്റെ പകുതി കഴിച്ച നീ അല്ലേ? പകുതിയാ? ഞാൻ ഇച്ചിരി കഴിച്ചുള്ളൂ. അതിന്റെ ദേഷ്യത്തിലായിരുന്നല്ലേ അപ്പൊ എനിക്ക് തരാതിരുന്നേ. പാറു സീരിയസ് ആണല്ലേ? ഇതുകൊണ്ടിട്ട് കോമഡി ആയിട്ടാണോ തോന്നിയേ? ചെറുതായിട്ട് കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായി എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആർക്കും സമയമില്ലെന്ന്. അയ്യോ, വീണ്ടും എല്ലാം കൂടെ വഴക്ക് തുടങ്ങിയോ? സിമ്പിൾ മാറ്റർ അമ്മൂമ്മ. അമ്മായി 2 കശുവിനെ എടുത്ത് വിഴുങ്ങി, അതാണ് വിഷയം. അമ്മൂമ്മ ഞാൻ അങ്ങോട്ട് എടുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് അമ്മായി എടുത്തങ്ങ് തിന്ന്. അമ്മ ഞാൻ മനഃപൂർവ്വം കഴിച്ചതല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് എടുത്ത് കഴിച്ചാണ്. ഞാൻ കണ്ടില്ല, ഇവിടെ എടുക്കാൻ പറഞ്ഞ ഞാൻ കണ്ടില്ല. സത്യമായിട്ട് കണ്ടില്ലേ? ആ കണ്ടതാ. പാറു, ഉനക്ക് ഞാൻ ബിസ്ക്കറ്റ് തരാം പാറു. എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട. അതുപോലെ പൂച്ചയ്ക്കും കൊണ്ട് കൊടുക്കും. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി നിനക്ക്? പഴയ കീപാഡ് ഫോൺ കൊടുത്തല്ലേ എന്നെ വാങ്ങിച്ചത്. അതുപോലത്തെ പെരുമാറ്റമാണല്ലോ എല്ലാവരുടെയും. ഇങ്ങനെ മനസ്സിലായതൊക്കെ? ഡേ നിർത്തിക്കോ കേട്ടോ. പാറുവേ നീ നിർത്തിക്കോ. സംസാരം പൊടിക്കോറാവുന്നുണ്ട്. എനിക്കും തോന്നുന്നുണ്ട് ലച്ചു ഒറ്റ ഒരുത്തിയാ ഈ കൊച്ചിനെ ഇത്രയും വഷളാക്കുന്നത്. ഞാൻ വഷളാണല്ലേ? വഷളാണ്. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം. നോക്കോ നോക്കോ. ഓ അമ്മായി, ഓ ബാക്കി ഒന്ന് 2 കശുവണ്ടി ഉണ്ടായിരുന്നു. ഞാൻ തുറന്ന എനിക്ക് തരായിരുന്നു. തന്നില്ല. നോക്കോ. മോശമായിപ്പോയി അമ്മായി, മോശമായിപ്പോയി. നിനക്കൊണ്ടല്ലോ അവസരവാദി. അമ്മമ്മ രണ്ടിന്റെ വിചാരം പാറുവിനെക്കാട്ടി കൊച്ചുങ്ങളാണെന്നാ. ഞാൻ ഇനി ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കൂല. കള്ളവണ്ടി കയറി എങ്ങോട്ടെങ്കിലും പോ. എങ്ങോട്ടാ? ഞാൻ എങ്ങോട്ടെങ്കിലും പോവാൻ പോവാ. എനിക്കിവിടെ ഒരു വിലയില്ല. കുഞ്ഞിത് എങ്ങോട്ട് പോവോ? അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പാറു ഇതേ കൊണ്ടകത്ത് പോയി പോ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതൊക്കെ അതെ, അതൊക്കെ അറിയാം. അപ്പൊ തൽക്കാലം കുഞ്ഞ് ഇതും കൊണ്ട് അകത്ത് കൊണ്ട് വെച്ചേ. കൊണ്ടുവെക്കൂല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പോവാൻ. എന്റെ പാറു 4 കശുവണ്ടിയുടെ കാര്യമല്ലേ, നമുക്ക് ഇനിയും വാങ്ങാമല്ലോ. എന്റെ കുഞ്ഞകത്തോട്ട് വെക്കേ. വേണ്ട, ഞാൻ ഇനി ഇവിടെ നിക്കില്ല. എന്തിനാ ചിരിക്കുന്നേ? ഓ, ഞാനിവിടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും കോമഡി ആണല്ലോ. അതിപ്പം കോമഡി കാണിച്ചാ ചിരിക്കണ്ടേ? അമ്മായിയാണ് എല്ലാത്തിനും കാരണം. ഞാൻ എന്ത് ചെയ്തെന്ന്? കുഞ്ഞി ബാഗും തൂക്കി എങ്ങോട്ട് പോകാനാ പരിപാടി? കിട്ടുന്ന വണ്ടിക്ക് എങ്ങോട്ടെങ്കിലും പോ. அப்படின்னா நீ ஒண்ணு பண்ணு, நீ மதுரைக்கு போய்க்கோ. என்னோட அப்பா அங்க இருக்காங்க. ഞാനേ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു.